ഹായ് ഫ്രണ്ട്സ്. ഇത് 13ാമത്തെ ദിവസത്തെ എക്സാമാണ്. പഠിക്കാൻ ഓൾറെഡി ടോപ്പിക്കുകൾ തന്നാണ്. ടോപ്പിക്കുകൾ ഏതായിരുന്നു? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന SCERTയിലെ 6ാം ക്ലാസ് ചാപ്റ്റർ 3 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യൻ എന്നുള്ള ചാപ്റ്റർ. പിന്നെ CPOയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2022 മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അതിനുശേഷം 6ാം ക്ലാസ്സിലെ തന്നെ മലയാളത്തിലെ പദകോശം, പിന്നെ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ തന്നെ ഗ്ലോസറി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിക്കുമ്പോൾ ഇല്ലേ, ഈ മലയാളം ഇംഗ്ലീഷും പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ ഈ പദശുദ്ധിയൊന്നും മാത്രമല്ല കേട്ടോ വരുന്നത്, കുറേ വരുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ വൊക്കാബുലറിയിൽ പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. വൊക്കാബുലറി ആണെങ്കിൽ നമുക്ക് സിനോണിംസ് പഠിക്കാണ്ട്, ആൻറ്റോണിംസ് പഠിക്കാണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫോറിൻ വേർഡ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഉണ്ട് വൊക്കാബുലറിയിൽ. അപ്പോൾ അതൊക്കെ ഈ ഗ്ലോസറി എന്നുള്ള വിഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ എക്സാമിന് ഇടുമ്പോൾ അതിൽ തന്നെ ഏകദേശം ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രീവിയസ് ചോദിച്ചത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എടുത്തിടാറുള്ളത്. ഈ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ എടുത്തിടാറുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 13ാമത്തെ ദിവസത്തെ എക്സാമാണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലാസ്റ്റ് മാത്രം ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് 33 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 33 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയറിലായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം CPOയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണക്കാക്കണ്ട, പക്ഷേ അതിൻ്റെ ആൻസറും കൂടി നിങ്ങൾ പഠിച്ചു നോക്കണം. കാരണം നമുക്ക് എക്സാം എഴുതുമ്പോൾ അതൊക്കെ വരുമല്ലോ, എക്സാമിന് അതൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിൽ 30 ക്വസ്റ്റ്യനാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 30ൽ എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത് ഒന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? രണ്ടാമത്തത്, തേയില, കാപ്പി എന്നിവയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഉള്ളത് ഏത് സ്ഥലത്താണെന്ന്? 3, കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. 4, കേരളത്തിൽ റബ്ബർ കൃഷി ചെയ്യാൻ അനുയോജ്യമായ പ്രദേശം. ഓക്കെ. 5, ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്. 6, മണ്ണില്ലാത്ത കൃഷിരീതി അറിയപ്പെടുന്നത്. 7, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. 8, കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതി. 9, അർജുൻ ഡാഷ് ഹിസ് ന്യൂ യൂണിഫോം ആൻഡ് വെൻറ്റ് ടു സ്കൂൾ. 10, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. 11, ദ തീഫ് ഡാഷ് എവേ ബിഫോർ ദി പോലീസ് അറൈവ്ഡ്. 12, നാഗം, അതായത് പര്യായ പദമാണ് എഴുതേണ്ടത്. 13, സ്വച്ഛം. 14, വിത്തം. 15, 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു? 16, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? 17, സംസ്ഥാന പോലീസ് മേധാവി ആര്? ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ എന്ത് ചെയ്യുക, അറിയെങ്കിൽ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാരണം ഇത് ഡിപ്പെൻസ്, നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്തെ ഡിപ്പെൻഡ് ചെയ്യും, കറണ്ട് അഫെയർ ആണ്. 18, ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? 19, ഇതും കറണ്ട് അഫെയർ ആണ്. നിങ്ങൾ എക്സാം ചെയ്യുന്ന ടൈമിൽ ഇതിനനുസരിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ട് പഠിച്ചോണം, കാരണം ഇതിലെ ആൻസർ അല്ല ഇപ്പോൾ ഉള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം. 20, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. 21, ഒരു വസ്തുവിൻ്റെ നീളത്തിൻ്റെ യഥാർത്ഥ അളവ് 5.75 ആണ്. ഒരാൾക്ക് 2 വ്യത്യസ്ത അളവുപകരണങ്ങൾ ഉപയോഗിച്ച് അളന്നപ്പോൾ കിട്ടിയ അളവുകൾ യഥാക്രമം 5.6 സെൻറ്റിമീറ്റർ, 5.55 സെൻറ്റിമീറ്റർ ആണ്. ഏത് അളവിനാണ് കൂടുതൽ സൂക്ഷ്മത അല്ലെങ്കിൽ പ്രസിഷൻ? 22, താഴെ തന്നിരിക്കുന്ന നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? 23, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം. 24, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് RIDF എന്ന് പറയും, നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? 25, താഴെ പറയുന്നതിൽ ഏത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്? 26, ഇൻക്ലൂസീവ് ഗ്രൗത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത്? 27, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 28, ഇന്ത്യയിൽ ആദ്യമായി
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? 29 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? 30 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഇതും എന്താണ്? ഇതും തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അന്ന് തന്നത്. CPയുടെ തെറ്റായിട്ടുള്ള ഓപ്ഷനിലെ ആൻസർ ഇല്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിതിൽ ഓപ്ഷൻ ഇടുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തു കേട്ടോ. 138, 139, 140, 141 കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിലെ ഓപ്ഷൻ. എന്താണ്? അപ്പോൾ ഇതിലുള്ള ഇതിലുള്ളത് തിരഞ്ഞെടുത്തിട്ട് എഴുതുക. ABCD എന്നുള്ള ആ ഓർഡറിലാണ് കേട്ടോ, ഈ ഓർഡറിലാണ് ഉള്ളത്. 31 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം. 32 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? 33 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം. യെസ്, ഇത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റിലത്തെ ഇനി മാർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് എത്ര വന്നെന്നുള്ളത് നോട്ട് ചെയ്യണേ. നെഗറ്റീവ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ നന്നായിട്ട് പുറകോട്ട് പോകും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാരാ? ജോൺ ജോസഫ് മർഫി. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. MRFൻ്റെ ടയേഴ്സൊക്കെ എന്താണ്? MRFൻ്റെ ടയേഴ്സൊക്കെ റബ്ബർ ടയറുകളാണ് എന്നുള്ള ഓർത്ത് വെച്ചാൽ മർഫി എന്നുള്ളത് അവിടെ കിട്ടും. പ്രത്യേകിച്ച് ഓർത്തുവെക്കേണ്ട കാര്യമില്ല. തേയില, കാപ്പി എന്നിവയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഉള്ളത് ഏത് നാട്ടിലാണ്? മലനാട്ടിലാണ്. നമ്മൾ മലയുടെ മുകളിലൊക്കെ പോകുമ്പോഴാണ്, മലപ്രദേശങ്ങളിൽ ഉയരത്തിൽ പോകുമ്പോൾ അല്ലേ തേയിലത്തോട്ടം അതേപോലെ കാപ്പി തോട്ടമൊക്കെ കാണുന്നത്. ആ രീതിയിൽ തന്നെ കിട്ടും ആൻസർ. 3 കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ്. അപ്പോൾ ഇടവിള കൃഷി എന്ന് നിങ്ങൾ കേൾക്കാറുള്ളതാണ്, ഇടവിള. അപ്പോൾ ഇടവിള എന്ന് ഓർത്ത് വെച്ചാൽ മതി. വിള ഏറ്റവും അധികം ഉള്ളത് ഇടനാട്ടിലാണ്. വൈവിധ്യമാണ്, ഇടനാട്ടിലാണെന്ന് ഓർത്തത്. അടുത്ത 4ാമത്തെ കേരളത്തിൽ റബ്ബർ കൃഷി ചെയ്യാൻ അനുയോജ്യമായ പ്രദേശം ഏതാണ്? അതും ഇടനാടാണ്. റബ്ബർ കൃഷി ചെയ്യാൻ അനുയോജ്യമായ പ്രദേശം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെയും എന്താണ് ഭൂമിയുടെയും ഇടയിൽ കിടക്കുന്നതാണ് അല്ലേ. അവ റബ്ബർ ടയറായാലും റബ്ബർ ചെരുപ്പാണെങ്കിലും എന്താണ് ഇടയിലാണ് വരുന്നത്. അങ്ങനെ ഇടനാട് എന്നുള്ള എന്ത് ചെയ്യുക, അവിടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ അത് കിട്ടും, മറന്നുപോയില്ല. കാരണം അതൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വരുന്ന ഒരു ഫാക്റ്റായിട്ട് വരും. അടുത്ത 5ാമത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഹൃദ്രോഗം പെടും, ബ്ലഡ് പ്രഷർ വരും, പ്രമേഹം വരും. പിന്നെന്താണ്? ഓപ്ഷൻ D ആണ്, മെനിഞ്ചൈറ്റിസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് പെടാത്തത്. ഓക്കെ, അപ്പോൾ ഹൃദ്രോഗം, ബ്ലഡ് പ്രഷർ, പ്രമേഹം എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങൾ കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. 6ാമത്തെ മണ്ണില്ലാത്ത കൃഷി രീതിനെ പറയുന്ന പേര് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഹൈഡ്രോപോണിക്സ്, അതായത് വെള്ളത്തിൽ വളർത്തുന്നതാണ് ഹൈഡ്രോപോണിക്സ്. അത് മണ്ണുണ്ടാവില്ല അതിൽ. 7 വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഇത്? ഫെർട്ടിഗേഷൻ എന്നുള്ളത്. കണികാരൂപത്തിൽ ഡ്രിപ്പറുകളോട് നൽകും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 8 കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുടെ മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഇത്? ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഫാമിംഗ്, ഹരിതഗൃഹ ഫാമിംഗ് കേട്ടോ, ഹരിതഗൃഹ കൃഷി രീതി കേട്ടോ. അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അത് ഓർത്തോക്കണേ. 9 അർജുൻ ഡാഷ് ഈസ് ന്യൂ യൂണിഫോം ആൻഡ് വെൻറ്റ് ടു സ്കൂൾ. അതായത് ഒരു പുട്ടോൺ എന്ന് വെച്ചാൽ എന്താ? വിയർ എന്നാണ് അതിൻ്റെ അർത്ഥം, അതായത് ധരിക്കുക. അർജുൻ എന്താ പുതിയ യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിലേക്ക് പോയി എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇത് ഫ്രൈസൽ വെർബിൽ വരും കേട്ടോ. ഫ്രൈസൽ വെർബിൽ പുട്ടോണൊക്കെ അധികം വരുന്നുണ്ട്. പുട്ടപ്പ് വിത്ത് അതൊക്കെ അധികം വരുന്നതാണ്. തൽക്കാലത്തേക്ക് നമുക്ക് വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവാം. കാരണം 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, കുറേ ഫ്രൈസൽ വെർബ് അഡീഷണൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്ത 10ാമത്തേത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അതിന് പറയുന്ന വൺ വേർഡാണ് ഇത്, മാഗ്നിഫിസൻറ്റ്. മാഗ്നിഫിസൻറ്റ് ഇതൊക്കെ അതിൽ വന്ന വേർഡ്സ് ആണ്. അസ്റ്റോണിഷും കോംപ്ലിമെൻറ്റും പയസൊക്കെ അതൊക്കെ ഓർത്തൊക്കെ. അസ്റ്റോണിഷ്മെൻറ്റ്, അസ്റ്റോണിഷ് എന്ന് വെച്ചാൽ എന്താ? ആശ്ചര്യപ്പെടുക. കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരാളെ അന്ന് എന്താണ് പ്രകീർത്തിക്കുക, അതാണ് കോംപ്ലിമെൻ്റ്. പയസ് എന്ന് വെച്ചാലോ ഭക്തിയുള്ള. ഇതൊക്കെ ഓർത്തൊക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്, സ്ഥിരമായിട്ട് പല എക്സാമുകളിലായിട്ട് കണ്ടുവരാറുണ്ട് ഇതൊക്കെ. 11 ദ തീഫ് ഡാഷ് അവേ ബിഫോർ ദി പോലീസ് അറൈവ്ഡ്. എന്താണ് വരിക? ഫ്ലഡ് അവേ. ഫ്ലഡ് അവേ എന്ന് വെച്ചാൽ എന്താ? സ്ഥലം വിട്ടൊന്നു, ഒന്നുമില്ല, ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി. കള്ളം വരുന്നതിന് മുന്നേ പോലീസ് വരുന്നതിന് മുമ്പ് കള്ളൻ എന്ത് ചെയ്യും? ആ സ്ഥലം വിട്ടൊന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 12 നാഗം. നാഗം എന്നുള്ളത് എൻ്റെ മീനിങ് എന്താ? സ്വർഗമാണ് നാഗം. ഓക്കെ, പാമ്പ് മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ പാമ്പ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരും, നാഗം. അത് നാഗം ആണ് കേട്ടോ, നാഗം. അത് നാഗമാണ്, പാമ്പ് ഇതല്ല. ഇനി അടുത്ത 13 സ്വച്ഛം. സ്വച്ഛം എന്ന് വെച്ചാൽ എന്താ? ശുദ്ധം. ശുദ്ധമാണ് സ്വച്ഛം. വിത്തം.
വിത്തം എന്ന് വെച്ചാൽ എന്താ? ധനം. വിത്തം എന്ന് വെച്ചാൽ ധനം. 15 മുതലുള്ള ക്വസ്റ്റ്യൻസ് CPOയിൽ വന്നതാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ യൂട്യൂബിൽ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇതിനെ പറ്റിയൊന്നും. കാരണം ഡീറ്റെയിൽ എന്ന് വെച്ചാൽ പല ഇപ്പം ഈ 73 ഭരണഘടനാ ഭേദഗതി പറയുമ്പോൾ എന്താണെന്നൊക്കെയുള്ള ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതിൽ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിന് ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവാം. ഓപ്ഷൻ C ആണ് വരിക. 11ാമത്തെ പട്ടികയിലാണ് വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 51A എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളാണുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി ഇപ്പം ആരാ? ദർവേഷ് സാഹിബാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ദർവേഷ് ആണ്. അത് ഓരോ ടൈമിൽ ആരാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിക്കോണം നിങ്ങൾ. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ആരാണുള്ളതെന്ന് വെച്ചാൽ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അനിൽകാന്തായിരുന്നു തോന്നുന്നു. 2022 അല്ല. അന്നിപ്പോൾ നോക്കണ്ട. ഇപ്പോൾ നിങ്ങളെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഏതാണുള്ളത് അത് മാത്രം നോക്കിയിട്ട് പോകാം. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? 2005 കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തേ. ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 19 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം. ഒന്നുമില്ല, കേരളത്തിലെ വേതനമാണ് ചോദിച്ചത്. ഇപ്പോൾ കേരളത്തിലുള്ളത് നിലവിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 333 രൂപയാണ്. അപ്പോൾ അത് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി പഠിച്ചോണം. എനിക്ക് തോന്നുന്നു ഈ എക്സാമുള്ള സമയത്ത് 291 രൂപ. ആ ടൈമിൽ അതായിരുന്നു. ഇപ്പോൾ 333 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കേരളത്തിന് പഠിക്കണം. അതേപോലെ ഏറ്റവും കൂടുതൽ ആരാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് കൂടി എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. അത് നിങ്ങൾ എക്സാമോട് അനുബന്ധിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം കുറേ കഴിഞ്ഞിട്ട് ആ എക്സാം വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാറ്റി എന്തായാലും പഠിക്കേണ്ടി വരും. ഇനി അടുത്തത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കാനാണ്. അതിൽ ഏതൊക്കെ വരിക? കുട്ടികൾക്ക് വേണ്ടിയുള്ള 1, 3 ആണ്. അപ്പോൾ C ആണ് ആൻസർ. സ്നേഹസ്പർശം എന്നുള്ളത് എന്താണ്? സ്നേഹസ്പർശം എന്നുള്ളത് മാതാവിന് വേണ്ടിയിട്ടുള്ളത്. അതായത് അവിവാഹിതരായ മാതാവിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇനി അടുത്ത 21 വസ്തുവിൻ്റെ നീളത്തിൻ്റെ യഥാർത്ഥ അളവ്. അതായത് ഈ സൂക്ഷ്മത അല്ലെങ്കിൽ പ്രസിഷൻ എന്ന് വെച്ചാലേ അത് എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ 5.55 പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകളുണ്ട്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സംഖ്യയുള്ളൂ. അപ്പോൾ 2 സംഖ്യകൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് മാക്സിമം എത്രയാണോ വരുന്നത് അതായിരിക്കും കൂടുതൽ സൂക്ഷ്മതയുള്ള അളവ്. അപ്പോൾ ഏതാ വരിക? 5.55 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിനെപ്പറ്റി പ്രസിഷൻ എന്താണ്, ആക്യുറസി എന്താണെന്നൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? CPOയുടെ യൂട്യൂബിൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത താഴെ തന്നിരിക്കുന്ന നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാ? ചന്ദ്രശേഖർ പരിധിയാണ്. ചന്ദ്രശേഖർ പരിധി സൂര്യൻ്റെ വെള്ളക്കുള്ളനാവാനുള്ള ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചന്ദ്രശേഖർ പരിധി. അപ്പം നീളത്തിൻ്റെ യൂണിറ്റ് അല്ല. ബാക്കിയുള്ളതൊക്കെ പാർസക്ക് ചോദിക്കാറുണ്ട്, പ്രകാശവർഷം ചോദിക്കാറുണ്ട്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ അതൊക്കെ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്ത് നോക്കണം. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജ്ജം എന്തായിരിക്കും? നെഗറ്റീവാണ്. അടുത്തത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ RIDF നിയന്ത്രിക്കുന്നത് നബാർഡ്. താഴെ പറയുന്നതിൽ ഏത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് കേട്ടോ? ഗ്രാമീണ സ്കൂളുകളാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഭാരത നിർമ്മാണത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഗ്രാമീണ റോഡും വീടും അങ്ങനെ വാർത്താവിനിമയം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കീംസ് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ഇൻക്ലൂസീവ് ഗ്രൗത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 11th പ്ലാൻ. ആ ഇൻക്ലൂസീവ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ഓരോ 1 ഇങ്ങനെ വെച്ചത് അല്ലേ? ഇൻക്ലൂസീവ് എന്ന് എഴുതുമ്പോൾ ഇൻക്ലൂസീവ് 2 1 വെച്ചതുപോലെ കാണാൻ പറ്റില്ല. അപ്പോൾ 11ാമത്തെ പ്ലാൻ ആണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഇംഗ്ലീഷിൽ എഴുതിയാൽ 11ാമത്തെ പ്ലാൻ എന്നുള്ളത് അത് അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്താൽ കിട്ടും. അടുത്ത 27 ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 46 ഡിസംബർ 9. ശരിയാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അല്ല, വോട്ടവകാശത്തിൻ്റെ പേരിലല്ല. അതെന്താണ്? നോമിനേഷൻ വഴിയാണ്. ഓരോ നാട്ടുരാജ്യത്തിനുള്ള നോമിനേഷൻ വഴിയാണ് ആളുകൾ വന്നത്. പിന്നെ 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് ജവഹർലാൽ നെഹ്റുവാണ്. അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ശരി ഏതൊക്കെയാണ്? 1, 3 ശരിയാണ്. പ്ലസ് C വരെ. 28 ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേതാണ്? സുകുമാർ സെന്ന വരിക. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ ഓർത്തുക്കണം. ഈ കമ്മീഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ആളെ ഓർത്തുക്കണം. ഇപ്പോൾ കറണ്ടായിട്ടുള്ള ആളെ ഓർത്തുക്കണം കേട്ടോ. എല്ലാ കമ്മീഷൻ്റെയും പ്രത്യേകിച്ചും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ഇതൊക്കെ ചോദിക്കാറുണ്ട്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതാണ്? 1950 1ാം പദ്ധതി ആരംഭിച്ചു. തെറ്റാണ്. 51 ആരംഭിച്ചത്.
ഇനി ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു, അത് ശരിയാണ്. ലക്ഷ്യം കാർഷിക പുരോഗതി, അതും ശരിയാണ്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചു, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ 1ഉം 4ഉം തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഏതാ? സി ആണ് തെറ്റായിട്ടുള്ളത്. 30 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ഇപ്പോൾ കേട്ടോ. 140 നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളൊക്കെ എടുത്തു കളഞ്ഞു, അത് നിങ്ങൾക്കറിയാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് വഴി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അടുത്തത് 1571 മുതൽ 85 വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഫത്തേപൂർ സിക്രി കേട്ടോ. 71 മുതൽ 85 എന്ന് പറയുമ്പോൾ ആരുടെ കാലത്തായിരിക്കും എന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അക്ബറിൻ്റെ കാലമായിരിക്കും ആ ടൈമിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിലൊന്ന് മിഡീവൽ ഇന്ത്യ ഇല്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇടയ്ക്കൊക്കെ കാര്യമായിട്ട്. മിഡീവൽ ഇന്ത്യ ഒന്നും നമുക്ക് സിലബസിൽ ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ഈ SCRT എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന എന്ത് ചെയ്യും കാര്യം വരാറുണ്ട്. ഫത്തേപൂർ സിക്രി, അക്ബർ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫത്തേപൂർ സിക്രി ഓർത്തൊക്കെ, അക്ബറാണ് ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റുന്നത് കേട്ടോ. അവൻ കൂടി ഒന്ന് ഓർത്ത് വെച്ചോ, കാരണം 71 സമയത്ത് അക്ബറാണ് ഭരിക്കുന്നത്. അടുത്ത പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. 33 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. ഓക്കെ, ബി ആണ്, ഓപ്ഷൻ ബി ആണ്, 565. അതിൽ 3 നാട്ടുരാജ്യങ്ങൾ നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നില്ല എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. നമുക്ക് ടോപ്പിക് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി അടുത്ത ദിവസത്തെ എക്സാമിൻ്റെ ടോപ്പിക്സ് ഞാൻ തരും, അത് പഠിച്ചിട്ട് വരാം. പണ്ടേ 14ാമത്തെ എക്സാം കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം 2 ആഴ്ചയില്ലേ, 14ഓടെ 2 ആഴ്ചയാവും. അപ്പോൾ ആ 2 ആഴ്ചത്തേക്കുള്ളത് മൊത്തത്തിൽ റിവിഷൻ ചെയ്തിട്ട് ഒരു ലോങ് ടെസ്റ്റ് ഉണ്ടാവും. ലോങ് ടെസ്റ്റ് അതുവരെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്ക് നോട്ട് ചെയ്യട്ടോ. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണേ. നെഗറ്റീവ് അധികം കുത്തിയിട്ട് നെഗറ്റീവ് ആക്കരുത്. നമുക്ക് റാങ്കിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും നെഗറ്റീവ് വരുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നിർത്തണേ. ഓക്കെ, ബൈ.